ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് ഇതാ നമ്മുടെ തൊടിയിലുള്ള കണിക്കൊന്ന മരമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കണിക്കൊന്നയൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ്, അച്ഛനും ഞാനും ഒക്കെ കൂടി പോയതാണ് കേട്ടോ. ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കണിക്കൊന്ന പറിക്കലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷു എന്ന് പറയണത് എന്താ, അതിൻ്റെ ഐതിഹ്യം എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ്. വിഷു എന്ന് പറയുന്നത് സാംസ്കാരിക ധാർമ്മിക ഉത്സവമാണ്. പിന്നെ ഇതിന് രണ്ട് ഐതിഹ്യമുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ഈ ഒരു വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു സ്റ്റോറി കൂടി ഉണ്ട്. രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യന് നേരെ ഉദിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ രാവണൻ അത് എതിർത്തിരുന്നു. അപ്പോൾ രാവണനെ ശ്രീരാമൻ വധിച്ചതിന് ശേഷമാണ് ഈ സൂര്യന് നേരെ ഉദിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രണ്ട് ഐതിഹ്യം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ് ഈ ഒരു വിഷു എന്ന് പറയുന്നത്. പിന്നെ അസുരശക്തിയുടെ മേൽ ദേവശക്തിയുടെ വിജയം വരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷം കൂടിയാണ് ഈ ഒരു വിഷു. വിഷു എന്ന് പറയുന്നത് മേടം 1-നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക ആഘോഷം കൂടിയാണ് ഈ ഒരു വിഷു. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ആഘോഷിക്കാറുണ്ട്. കാരണം നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പൈസയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ കൈനീട്ടമൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. വേറൊരു ആഘോഷത്തിന് നമുക്ക് ഇങ്ങനൊരു ഇതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു പൈസ കിട്ടുമ്പോൾ. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പ്ലാനിങ് ആയിരിക്കും. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ വിഷു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുല്യം എന്നാണ്. അപ്പോൾ രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് ഈ ഒരു മേടം 1. പിന്നെ വിഷു ആഘോഷത്തിന് മാറ്റമില്ലാതെ നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു പുഷ്പമാണ് ഈ കണിക്കൊന്ന. ഈ ഒരു ടൈം ആവുമ്പോൾ ഇത് ഇത്രയും വേനലാണെങ്കിൽ കൂടെ നല്ല കൊടും ചൂടിൽ കൂടെ നല്ല സൂപ്പറായിട്ട് നല്ല മഞ്ഞ നിറത്തിലിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ആ ഒരു കാണുമ്പോഴൊരു ഭംഗിയുണ്ടല്ലോ. മനസ്സിന് തന്നെ നമുക്ക് നല്ല കുളിർമ തരുന്ന ഒന്നാണിത്. അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കൂടിയാണ് ഈ ഒരു കണിക്കൊന്ന. നമുക്ക് വിഷുവിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് കൂടിയാണ്. നല്ല വേനലിലും നന്നായിട്ട് ഈ ഒരു എന്താ പറയുക ഭയങ്കര ഭംഗിയിൽ നിൽക്കുന്നതാണ്. അപ്പം മനസ്സൊക്കെ കുളിരും. കാരണം ഈ ഒരു അത്രയും ചൂടിൽ നല്ല തിളങ്ങി നിൽക്കും. സ്വർണ്ണ ശേഖരം തരുന്ന വൃക്ഷമെന്നും കണിക്കൊന്നനെ പഴമക്കാർ പറയുന്നുണ്ട്. പിന്നെ പച്ചക്കറികളുടെ വിളവെടുപ്പ്, അതുപോലെ പഴം, അതിൻ്റെയൊക്കെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് നമ്മൾ ഈ വിഷു ആഘോഷിക്കാറുള്ളത്. അപ്പം നമ്മുടെ തൊടിയിലുള്ളത് നല്ലൊരു വലിയ മരമാണ് കേട്ടോ. ആ ഒരു വലിയ മരത്തിൽ മുകളിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നിറയെ ഈ ഒരു പൂവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തോട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ നിറയെ ബ്രാഞ്ചസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചസ് നിന്ന് പറിച്ചെടുക്കണം. അടുത്തല്ല കേട്ടോ, ചെറിയ ചെടിയല്ല, വലിയ ചെടിയാണ്. അപ്പോൾ അത് അച്ഛൻ ഈ ഒരു കണിക്കൊന്ന പൂവിൻ്റെ കൂടെ തന്നെ ഇതിന് കുറച്ച് ഇലയും കൂടി പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ കണി വെക്കുന്ന സമയത്ത് കുറച്ച് ഇലയും കൂടി വെക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഇത് നമ്മൾ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലത്തൊക്കെ നമുക്കിത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും കണിക്കൊന്ന. അപ്പോൾ കുട്ടികളൊക്കെ ഇത് പറിച്ചിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയി വിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചെറിയ എമൗണ്ടിനൊക്കെ അവർക്ക് ഒരു പോക്കറ്റ് മണി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിറയെ പേര് വന്ന് പറിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു കണിക്കൊന്ന നല്ല ഭംഗിയാണ് ഇത് നിൽക്കാൻ. നമുക്ക് ഇതിനൊരു കെയറും ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒന്നും ആവശ്യമില്ല. എത്ര വേനലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു കണിക്കൊന്ന. അതെന്താണെന്നറിയില്ല, നമുക്ക് ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പൂത്ത് നിൽക്കും. നമുക്കൊരു നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബഡ് തൈയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ മരമായിട്ടൊന്നും പോവില്ല. കുഞ്ഞു കുഞ്ഞു ചെടിയായിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും.
ഇതിപ്പോൾ നല്ല പൊക്കത്തിൽ പോയത് കൊണ്ട് തന്നെ നമുക്ക് തോട്ടിയും കൊണ്ട് വേണം ഇത് പറിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചില്ലുകൾ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ വിഷു ആയിട്ട് എല്ലാവരും കുറേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിഷുക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പഴം, ഫ്രൂട്ട്സ്, വിഷു കണി ഒരുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വേണോ അതെല്ലാം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു വിഷു ആഘോഷിക്കാനായിട്ട്. എല്ലാവരും കൂടെ ചേർന്ന് നമുക്കിങ്ങനെ ആഘോഷിക്കും. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു രാവിലെ എണീറ്റ് ഈ ഒരു കണി കണ്ടതിന് ശേഷം വിഷു കൈനീട്ടം കിട്ടുമല്ലോ, അത് തന്നെയാണ് നമ്മുടെ മെയിൻ എയിം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ വാങ്ങിയെടുക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഇതിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇതാ കണിക്കൊന്നയൊക്കെ പറിച്ചിട്ട് തോട്ടിയൊക്കെ ആയിട്ട് ഇതാ അച്ഛനും ചേച്ചിയൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇതാ കണ്ടില്ല നമ്മുടെ കണിക്കൊന്ന അടിപൊളിയല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ രാവിലെ പറിക്കാൻ പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ നേരത്തെ കണി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ തലേ ദിവസം തന്നെ പറിച്ചത്. നല്ല പൂവും അതുപോലെ തന്നെ മുട്ടും ഇലയും ഒക്കെ ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ലേ, അടിപൊളിയല്ലേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ എല്ലാവരെയും കണ്ണിന് കുളിർമ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.